പ്രിസൈഡിംഗ് ഓഫീസർ മേലോട്ട് നോക്കിയിരിക്കുന്നത്. രാഹുൽ എന്തെങ്കിലും സംഭവം എങ്ങനെയാണോ? സംഭവം വെച്ചാല് ഞാന് 200 എനിക്ക് ക്രമ നമ്പർ ഓർമ്മ കിട്ടുന്നില്ല, ഒരു ബോട്ട് കൊണ്ട് ചെയ്യാൻ വന്നത്. എനിക്കറിയാവുന്ന ഒരാളാണ് എന്നുവെച്ചാല് എന്റെ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ അയാളല്ല അത് ഞാൻ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ആ ബൂത്ത് ഏജന്റാ ഞാൻ. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ പുറത്തേക്ക് അത് അയാളല്ല എന്ന് പറഞ്ഞു. ഇത് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രിസൈഡിംഗ് ഓഫീസർ പറയുമ്പോഴത്തേക്ക് ആ പയ്യൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളവോട്ട് ചെയ്യാൻ സമയത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയുള്ള ഡിവൈഎഫ്ഐന്റെ ഒരുപാട് ക്രിമിനൽസുകാർ ബൂത്ത് കയ്യേറിയിട്ട് യാതൊരു തരത്തിൽ പോലീസോ അല്ലെങ്കിൽ അടുത്ത പ്രിസൈഡിംഗ് ഓഫീസർ യാതൊരു നിർദ്ദേശമോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. ബൂത്തിന്റെ അതിൽ ഞാനും ഷെഫീഖും എന്റെ കൂടെയുള്ള ഏജന്റ് ഒരു നിലപാട് എടുത്തില്ലേ. ബൂത്ത് കയറിയിട്ട് 10-50 ആൾക്കാർ ബൂത്ത് കയറിയിട്ട് എന്നെ എന്ത് ചെയ്താ അതിന്റെ ഉള്ളിലിട്ട് ചവിട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്തില്ല, ഒരു സംരക്ഷണം തരണ്ടേ. ബൂത്ത് ഒന്നിൽ അടച്ചിട്ട് സംരക്ഷണം തരണ്ടേ. ഷെഫീഖിനെ ആക്രമിച്ചു. ഷെഫീഖിന് എന്ത് ചെയ്താ എന്റെ അത്ര പരിക്കില്ലാത്തതുകൊണ്ട് ഓനിപ്പോ അവിടെ ബൂത്തിൽ ഇരിക്കണല്ലോ, അല്ലെങ്കിൽ ഇനിയും കള്ളവോട്ട് അവിടെ വരും. ഓനവന്റെ ജീവൻ വെച്ചിട്ട് അവിടെ കുത്തിരിക്കുന്നുണ്ട്. എന്റെ കഴുത്തിന്റെ വള്ളിക്ക് എന്ത് ചെയ്തു, ഒരു കൈമലെടുത്തൊരു സാധനം വെച്ചാൽ കുത്തി. ആ സാധനം ഞാൻ അവിടെ ഇപ്പോ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അവസാനം അടി കഴിഞ്ഞതിന് ശേഷം നമ്മളെ രേഖകളൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയ വിവിപാറ്റിന്റെ നമ്പർ എഴുതിയെടുത്ത സ്ലിപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊന്നുമില്ല. എല്ലാം എന്ത് ചെയ്തേക്ക് നശിപ്പിച്ച് കളഞ്ഞു. എന്റെ പുതിയ ഫോണ് അതുവരെ നശിപ്പിച്ച് കളഞ്ഞു. തരത്തിലുള്ളത് ലത്തീഫ് എന്തെങ്കിലും സംഭവിച്ചെന്നോ? ഞാനാളെ ബോട്ട് ചെയ്യാൻ ആളെ കൊണ്ടുപോയതാണ്. അപ്പൊ ഈ പ്രശ്നം നടക്കുന്ന നടത്തിട്ട് കാര്യം നോക്കിയതാണ്. അപ്പൊ അപ്പുറമുള്ള ആളെ ഒന്ന് ഫോൺ ചെയ്യാൻ നോക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞ ആള് പോലെ എന്നെ തച്ചത്. ഞാൻ അറിയുന്നില്ല എന്റെ വേക്കുന്നാണ് അടി വരുന്നത്. എന്നാ സംഭവം നമ്മൾ ആദ്യം വന്ന് കിടന്ന അയാളെ തക്കുന്നത് ഞാൻ കണ്ടിട്ട് അയാൾ ഒരുപാട് ആൾ അടിച്ചിരിക്കും. ഒരാളെന്നല്ല ഒരുമിച്ച് പോലീസുകാർക്ക് വരെ അടി കണ്ടിരിക്കും. CCTV നോക്കിയാല് സ്ഥലമായിട്ട് കാണാം. സ്കൂൾ CCTV ക്യാമറ നോക്കിയാൽ സ്ഥലമായിട്ട് നമ്മൾ നടക്കുന്നുണ്ടോ, നമ്മൾ ആരെയും തക്കുന്നുണ്ടോ എല്ലാം വ്യക്തമായിട്ട് അറിയാം. പോലീസുകാരെ നോക്കിയിരിക്കുന്നതാണ്. ലാസ്റ്റാണ് ലാത്തി വരെ പിന്നെ കൊണ്ടുപോകും. എല്ലാം അതിൽ കാണാമല്ലോ. CCTV പരിശോധിച്ചാൽ കാണാം. സ്കൂൾ CCTV ചോദിച്ചാൽ